നമുക്ക് അയോധ്യയിലെത്തിയാൽ നമ്മൾ രുചിച്ചു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില പലഹാരങ്ങളുണ്ട്. അതിൽ മധുര പലഹാരങ്ങൾ, സമോസയൊക്കെ വരും. അങ്ങനെ രാവിലെ ഇറങ്ങിയാൽ ജിലേബിയും സമോസയും രുചിച്ച് പക്കോട കഴിച്ച് അങ്ങനെ നിരത്തിലൂടെ നടക്കാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. അയോധ്യയുടെ രുചിഭേദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. രാവിലെ നല്ല കടുത്ത തണുപ്പാണ്. അതായത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടാൽ പോലും ഈ തണുപ്പ്, കോട്ടിട്ടാൽ പോലും ഈ തണുപ്പിൻ്റെ ഒരു കാഠിന്യം അങ്ങോട്ട് കുറയില്ല. അപ്പോൾ ഇവിടുത്തെ ഞാനും പ്രശാന്തും ഒക്കെ രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയതാണ്, ലൈവായിരുന്നു. അതിന് ശേഷം നമുക്കൊന്ന് ഈ തണുപ്പൊന്ന് മാറ്റാൻ ഒരു പ്രധാന കാര്യം ചെറിയ ചൂടായ ചില സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്ന ഇവിടുത്തെ രാവിലത്തെ ഒരു തിരക്കുള്ള ഒരു കടയിലേക്കാണ്. ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ജിലേബിയാണ്, മറ്റൊന്ന് നമ്മുടെ സമോസ. നല്ല ചൂട് ജിലേബി, ചൂട് സമോസ. അതിനൊക്കെ ഒരു പ്രിപ്പറേഷന് ഒരു പ്രത്യേക രീതിയുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ഈ ജിലേബി നമ്മൾ സ്വീറ്റാണ്, അതിന്റെ കൂടെ കഴിക്കുന്ന അതിന്റെ കോമ്പിനേഷനാണ് പ്രത്യേകത. ഈ ജിലേബി भैया इसके साथ क्या क्या है? दही है, जलेबी है, रबड़ी है, തൈര്, നമ്മുടെ അവിടുത്തെ തൈര്, ഒപ്പം സ്വീറ്റ് മിൽക്ക്, അതായത് അതിനൊരു പ്രത്യേക പേരുണ്ട്, സ്വീറ്റ് മിൽക്ക് കൂടി ചേർത്താണ് ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടാൽ നമുക്കൊരു വ്യത്യസ്തത തോന്നും. നമ്മുടെ ഈ സമോസ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമോസയല്ല കേട്ടോ. ഇത് ഗംഭീര നല്ല യഥാർത്ഥ സമോസ കഴിക്കണമെങ്കിൽ നമ്മൾ ഈ അയോധ്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തണമെന്നുള്ളതാണ്. അതിൻ്റെ കോമ്പിനേഷൻ രസമാണ്. അതിനൊപ്പം ചില സംഗതികളും ചേർക്കുന്നുണ്ട്. इसमें क्या क्या कर दिया है? आलू चना चटनी. ഓ, ആലു ആണ് ഈ പിന്നെ സമോസയ്ക്കൊപ്പം ആലു, ചന ചട്നി, ഒപ്പം അല്പം തൈരും ചേർത്താണ്. ഗംഭീര സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി നമ്മൾ മനസ്സിലാക്കുന്നത്. തണുപ്പോന്റെ ഏറ്റവും പ്രധാനമാണ് കേട്ടോ. ചൂട് ചായകളുണ്ട്, നല്ല ചൂടുണ്ട്. സമോസ കഴിച്ചു. ഇനി നമുക്ക് ജിലേബിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി പോലെയല്ല, നല്ല സുന്ദരം ജിലേബിയാണ്. പക്ഷെ അതിന്റെ കോമ്പിനേഷനാണ് ഏറ്റവും രസം. തൈര് ചേർത്തുള്ള ജിലേബിയാണ്. ഇത് നമുക്കൊരു മലയാളികൾക്ക് അല്പം പുതിയ സാധനമായി. ഇതുണ്ടോ, ഇത് നമ്മുടെ മൺകപ്പാണ്. മൺകപ്പ് ഇത് യൂസാന്ത്രമാണ് കേട്ടോ. ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യണം. ഇവിടെ ഈ പ്ലാസ്റ്റിക് ഫ്രീ അയോധ്യയാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ്, മറ്റേ ഈ വേസ്റ്റുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ മൺകപ്പിൽ ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. ഇവിടുത്തെ മിക്ക ചെറിയ ചായ ഷോപ്പുകളിൽ പോലും മൺകപ്പിലാണ് ഈ ചായ സെർവ് ചെയ്യുന്നത്. ഏലക്കയും ചുക്കും ഒക്കെ ഇട്ട നല്ല സുന്ദരം ചായയാണ്, നല്ല ചൂട് ചായ. രാവിലത്തെ മഞ്ഞും തണുപ്പും ഒക്കെ ഒന്ന് മാറി ഒരു 10-12 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മധുരമുള്ള പലഹാരങ്ങളുടെ ഒരു മേളമാണ് ഇവിടെ. നമുക്ക് ഇത് ജിലേബിയാണെന്ന് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തോന്നും, പക്ഷേ ഈ ജിലേബിയല്ല, ഇമിട്ടി എന്നാണ് ഇതിന്റെ പേര്. ഇസ്കാ നാം ക്യാ ഹൈ ഭയ്യ? गुजिया. जिया है, ये भी मीठा है जी. ये क्या? ये कचौड़ी है. कचौड़ी है जी, दाल की. वो पूरा वो सब क्या है? ये रबड़ी है. ये लबड़ी. हाँ. ये भी मीठा है. हाँ. वो ये हाँ. मलाई कोफ्ता. वो दही. दही. अच्छा अच्छा. ये गजरे हलवा. हलवा ये भी मीठा है. ओ
അതാണ് ഈ മധുര പലഹാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ജിലേബി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, ഇമിട്ടി എന്നാണ്. ഞാനും എൻ്റെ ഒരു ഉത്തരേന്ത്യക്കാരിയായ സുഹൃത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. ഇമിട്ടി എന്നാണ് ഇതിൻ്റെ പേര് എന്നുള്ളത്. അതിൽ സംഗതി ഗംഭീരമാണ്, മധുരമുള്ളതാണ്, അടിപൊളിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അതെ, നമ്മളിവിടെ ജിലേബിയാണ്, നമ്മുടെ ബേക്കറികളിലൊക്കെ ജിലേബിയാണ്, പക്ഷെ ജിലേബി അല്ല, ഇവിടെ ഇമിട്ടി. ശരിക്കുള്ള ജിലേബി എന്ന് പറയുന്നത് ആയിരിക്കുന്ന ആ സാധനമാണ്.